other than the gorgeous Nikhila Vimal. Onto the stage, please. And Nikhila, ഇത്രയും നേരമായിട്ട് എല്ലാവരും വെയിലത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിഖിലയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫൈനലി നിഖിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? 5 നിലകളിലായിട്ട് അതിവിശാലമായിട്ട് ഓടി നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഷോറൂമാണ് ഗോൾഡ് സിൽവർ ഡയമണ്ട്സിന്റെ. അപ്പൊ അടുത്ത കാഴ്ചകൾ ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ഭാഗത്തൊരു എനിക്ക് എല്ലാ കാലത്തും എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ തിരുവനന്തപുരംകാരിയായിട്ടാണ്. എപ്പോഴും ഒരുപാട് സ്നേഹം കിട്ടുന്നതും ഇപ്പോഴും എന്നെ ഒരുപാട് ആൾക്കാർ അറിയുന്നതും ആ ഒരു ക്യാരക്ടറിൻ്റെ കബനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു രത്നകലാ ജ്വല്ലറിയുടെ ഇനാഗുറേഷന് വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. രത്നകലാ ജ്വല്ലറിയുടെ എനിക്ക് തോന്നുന്നു 23 വർഷമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പം എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം അവരെത്രത്തോളം സക്സസ് ആയതുകൊണ്ടായിരിക്കാം 23 വർഷം അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അഭിമാന നിമിഷമാണ്. അങ്ങനത്തെ പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ട്. ഞാൻ യൂഷ്വലി കണ്ടിട്ടില്ല ഇത്രയും സിൽവർ ജ്വല്ലറി കളക്ഷൻ. ഞാൻ ഭയങ്കര സിൽവർ ജ്വല്ലറി ഫാനാണ്. ഇത്രയധികം സിൽവർ ജ്വല്ലറി ആൻറ്റിക് പീസസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുകാർക്ക് സിൽവർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ സ്വർണത്തിന് പകരമായിട്ടും ഒക്കെ വാങ്ങി വയ്ക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. സ്വർണവും സിൽവറും ഒക്കെ എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ നമ്മളുടെ ഒരു കളക്ഷനിലേക്ക് രത്നകലയുടെ കുറച്ച് ആഭരണങ്ങളും കൂടെ ചേർക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് രഖില. ഇനി പുതിയ സിനിമ വിശേഷങ്ങളോട് 2 വാക്ക്, ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴിൻ്റെ ഒരു സിനിമ വാഴ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നുണക്കുഴി ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇനി കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞൊരു സിനിമ ഓണത്തിന് റിലീസുണ്ട്. പിന്നെ കുറച്ച് റിലീസുകളുണ്ട്. അതെ, അതൊക്കെ കുറച്ചൊക്കെ സസ്പെൻസ് അല്ലേ? അല്ല, സസ്പെൻസ് അല്ല, ഷൂട്ടിംഗ് നടക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നീല ഒരു ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ഡാൻസ് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടെ 2 സ്റ്റെപ്പ് വെക്കത്തില്ലേ? ഞാനൊരു 10 ദിവസമായി യാത്ര ചെയ്ത് ഉറങ്ങാതെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു? എന്ത് ചെയ്യണം? അഴകിയ ലൈല. ഇപ്പോ നിഖിലയുടെ ഏത് വീഡിയോ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിൽ കണ്ടാലും ഈ അഴകിയ ലൈലയാണ്. അപ്പൊ ഒന്നും കൊണ്ട് ജസ്റ്റ് ഒരു പാട്ടിയുടെ ഒരു വൈബ് ഒന്നാക്കാം. വലിയ സ്റ്റെപ്പ് ഒന്നും വെക്കണം, 2 സ്റ്റെപ്പ്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു മെഗാ ബമ്പർ സമ്മാനം ഓഗസ്റ്റ് 25 തൊട്ട് ജനുവരി 25 വരെയുള്ള ആ ഒരു സമ്മാനത്തിന്റെ പെരുമഴ നിങ്ങളുടെ മുന്നിലേക്ക് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ കൈമാറിക്കൊണ്ട് അപ്പൊ എല്ലാവരും നല്ലൊരു കൈയടി തരണം. നേരത്തെ പറഞ്ഞ പോലെ ബമ്പർ സമ്മാനമായിട്ട് ഒരു കാറാണ്, കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഹോണ്ട ആക്ടിവ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സമ്മാനങ്ങളാണ് ഈ ഒരു നിമിഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ പർച്ചേസിംഗ് തുടങ്ങിക്കോളും. അപ്പൊ നിഖില ഫൈനലി രാഹുലേട്ട റെഡി അല്ലേ 2 സ്റ്റെപ്പ് വെക്കാനായിട്ട്? ഓക്കെ. അപ്പൊ അതെ, നമുക്ക് ജസ്റ്റ് ഒരു പാട്ടിടുന്നു, നമ്മളൊന്ന് കൈയടിക്കുന്നു, ഒരു മിനിറ്റ്. അപ്പൊ നമുക്കൊരു സോങ് പ്ലേ ചെയ്യാമല്ലോ അല്ലെ, ഒരു വൈബിന് വേണ്ടിയിട്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ കൂടെ ഒന്ന് നമ്മളോട് ജോയിൻ ചെയ്യാവോ? പ്രദീപേട്ട പോയോ? അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിഖിലേക്ക് ഭയങ്കര ടയേർഡാണ്. അപ്പൊ നമ്മൾ ഒരു വൈബ് ആക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ കയ്യിൽ പ്ലീസ് കം ടു ദി സ്റ്റേജ്. അപ്പൊ സോങ് പ്ലീസ്. നിങ്ങൾ ഡാൻസ് കളിക്കുന്നില്ലേ? സോ ഈ ഒരു ടൈമിൽ നമുക്കൊരു പെട്ടെന്നൊരു ഫോട്ടോയും കൂടെ എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് കിടന്നോട്ടെ. ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ഡാൻസ് കളിക്കാൻ കേട്ടോ. നിഖിനെ നമ്മൾ അധികം നിർബന്ധിക്കുന്നില്ല, പുള്ളിക്കാരി ഭയങ്കര ടയർഡാണ്. ആരെങ്കിലും ഞാൻ ഡാൻസ് കളിക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരും നിഖിലയുടെ ഡാൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല.
സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ടിന്റെ വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ